ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെക്കൻഡ് ഡേ ഹെയർ കെയർ ചാലഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. നോർമൽ ഒരു ഹെർബൽ ഹെയർ ക്ലെൻസറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഇന്നലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഓയിൽ മസാജാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മുടി കെട്ടിറക്കിയിട്ട്, അതായത് ജട കളഞ്ഞിട്ട് സ്പ്ലിറ്റൻസൊക്കെ മാറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഓയിൽ മസാജാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ കാച്ചിയ എണ്ണയാണ്. ഞാൻ എപ്പോഴും കാണിക്കുന്നത് എൻ്റെ വീഡിയോസിലുള്ളത്. ഇത് കറിവേപ്പില പിന്നെ ഉലുവ ഇട്ട് കാച്ചിയ ഒരു എണ്ണയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് തലമുടി ഞാൻ ചീവിയെടുക്കുകയാണ് 1 റൗണ്ട്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് കേട്ടോ. എത്രയൊക്കെ ജട കളഞ്ഞിട്ടും ചെറുതായിട്ട് ഞങ്ങളുടെ മുടിയിൽ എപ്പോഴും ജട കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഏത് നേരത്തും, രാവിലെ ഒരു നേരം, വൈകുന്നേരം ഒരു നേരം, ഒരു രാത്രി, അങ്ങനെ ഒരു 3 ടൈംസും നമ്മൾ ജട കളഞ്ഞിട്ട് പിന്നെ ഇട്ട് വയ്ക്കുക. ഇല്ലെങ്കിൽ ഇങ്ങനെ പോണി ടെയിലാക്കിയിട്ട് വയ്ക്കുക കേട്ടോ മുടി. അപ്പം ഇത് ഞാൻ കുറച്ച് എൻ്റെ സ്കാൽപ്പിന് മാത്രമേ ഞാൻ മസാജ് ചെയ്തെടുക്കുന്നുള്ളൂ. ഒരു 4 തുള്ളിയോളം ഞാൻ എണ്ണ എടുക്കുന്നുണ്ട്. എൻ്റെ മുടിക്ക് ഇത്ര മതിയാവും. നിങ്ങളുടെ അടുത്ത് കാച്ചിയ ഒരു എണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടും തേക്കാവുന്നതാണ്. ഓക്കെ, സ്കാൽപ്പിൽ എല്ലാവിടെയും എത്തുന്ന രീതിയിലാണ് ഞാൻ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഓയിൽ മസാജ് ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ മുടിയുടെ ഡ്രൈനെസ്സും ഫ്രീസിനെസ്സൊക്കെ ഒന്ന് മാറ്റി എടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് എണ്ണയും കൂടാൻ പാടില്ല. അത് പിന്നെ തലയിൽ കുരുക്കൾ, താരനുള്ള പ്രശ്നങ്ങൾ പിന്നെ അത് വരേണ്ടതുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം നമുക്ക് തലയിലൊന്ന് എണ്ണ പുരട്ടാനായിട്ട്. ഫ്രിസി ആയിട്ടുള്ള ഹെയർ, ഇങ്ങനെ വരണ്ടായിട്ടുള്ള ഒരു മുടിക്ക് ജസ്റ്റ് ഇങ്ങനെ മെല്ലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഡെയിലി ലൈഫിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്നതിലൂടെ തന്നെ തലമുടി സോഫ്റ്റ് ആവാനും പിന്നെ അത് സ്മൂത്ത് ആവാനും ഫ്രിസിനെസ്സൊക്കെ, ഡ്രൈനെസ് എല്ലാമേ കുറയാൻ ഇത് സഹായിക്കും കേട്ടോ. ഇങ്ങനെ കുറേ പ്രഷറൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനെ സർക്കുലർ മോഷനിൽ നിങ്ങളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ. ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യില്ല, അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ണു മൂടുക, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ചെറുതായി ഒന്ന് പ്രഷർ ചെയ്താൽ മതി. കൈ ഓട്ടിച്ചാലും മതിയാവും. അതും മസാജ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് വർക്കൗട്ട് ആവുക. തലമുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കിളിർക്കാനും തലമുടിയിൽ, അതെ, ബേബി ഹെയർസ് ഒക്കെ വരാനും ഇത് സഹായിക്കും. നൈറ്റ് കിടക്കുമ്പോഴും ജസ്റ്റ് ഒരു ഡ്രൈ മസാജ് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ സ്കാൽപ്പിൽ. മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്കാൽപ്പ് മസാജിൻ്റെ ഇമ്പോർട്ടൻസ്. ആ വീഡിയോ കാണാത്തവരൊന്ന് എൻ്റെ ചാനലിൽ പോയിട്ട്
കണ്ടു നോക്കുക. ബാക്ക് സൈഡിലാണ് നമുക്ക് എപ്പോഴും വെളിച്ചെണ്ണ ഒന്നും എത്താത്തത്, പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഒരു ഏരിയ. ഞാൻ മസാജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടി ഒന്ന് കെട്ടി വയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ചെറുതായി ബൺ രീതിയിൽ കെട്ടുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ക്ലിപ്പോ ഇല്ലെങ്കിൽ സോഫ്റ്റായിട്ടുള്ള ഒരു ക്രഞ്ചീസോ സോഫ്റ്റായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ടൈറ്റ് ഹെയർ പിൻസ് ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ മുടി വേരുകളും പൊട്ടും, പിന്നെ മുടിയും പൊട്ടി പോകുന്ന ചാൻസസ് ഉണ്ട്. അപ്പോൾ മെല്ലെ ഇങ്ങനെ സർക്കുലർ മോഷനിൽ സോഫ്റ്റായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ രാവിലെയും ഒരിക്കൽ ചെയ്യാം, പിന്നെ രാത്രിയും ചെയ്യാം. ഇതിലൂടെ ബ്ലഡ് സർക്കുലേഷനും ആവും, നല്ല ഉറക്കം കിട്ടും. സ്ട്രെസ്സ്, ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടാനും ഇത് സഹായിക്കും. പിന്നെ അതൊരു സ്ട്രെസ്സ് കുറയുന്നതും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടുള്ള റിസൾട്ടാണ് കിട്ടുന്നത് സ്കാൽപ്പ് മസാജിലൂടെ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ, ഈ ഹെയർ കെയർ ചാലഞ്ച് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ചാനൽ വളർത്താൻ സഹായിക്കുക. ഓക്കെ, എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.